മനോഹരമായൊരു ക്ഷേത്രമുണ്ട്. കീഴൂർ കളരി അമ്പലം, UAE കമ്മിറ്റി വക. ഇതുണ്ട് നല്ലൊരു അമ്പലം. മനോഹരമായ വെട്ടുകല്ലിൽ തീർത്ത ഒരു അമ്പലമാണ്. വെട്ടുകല്ലിൽ തീർത്ത ഒരു അമ്പലമാണ്. വളരെ മനോഹരമായൊരു അമ്പലം. നല്ലൊരു കമാനമൊക്കെ ആയിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ള അമ്പലം. പുലിമുട്ടില്ലേ ഇവിടുത്തെ കടപ്പുറത്ത്? നേരെ പോയാൽ മതി, റൈറ്റ് പോകണം. ആ, ചെറിയ രീതിയിൽ. എന്തോ എന്നാ പറഞ്ഞ? ഞാൻ കടപ്പുറത്തോട്ട്. നേരെയാണോ? ആ, മോൻ്റെ പേരെന്നാ? പേരെന്താ? അജ്മൽ. ആ, പേരാണ്. വണ്ടികളൊക്കെ വരും. ഇങ്ങോട്ട് തിരിഞ്ഞാൽ മതി അല്ലേ? ആ, നല്ല വെയിലാണ്. കടപ്പുറത്തുകൂടിയുള്ള റോഡ്. അങ്ങോട്ടാണ് പുലിമുട്ടിലോട്ട് പോകേണ്ടത്. അടിപൊളി. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ മൊത്തം പുലിമുട്ടിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കടലിൻ്റെ സൈഡ് മുഴുവൻ കരിങ്കല്ലിട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ടോറസൊക്കെ കിടക്കുന്ന കാണാം. അതാണ് നമ്മുടെ കാസർഗോഡ് വലിയ മസ്ജിദ്, അങ്ങ് അകലെ കാണുന്നത്. നമ്മൾ ആ ഭാഗത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഈ പുലിമുട്ടുണ്ടാക്കുന്ന സ്ഥലം വരെ നമുക്ക് വരാൻ പറ്റൂ. കാരണം അങ്ങോട്ട് വേറെ കമ്പനിക്കാരുടെ സ്ഥലമാണ്. അത് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത് പുലിമുട്ടുണ്ടാക്കുന്ന കമ്പനിയുടെ സ്ഥലമാണ്. അങ്ങോട്ട് നമുക്ക് പോകാൻ അനുവാദമില്ല. അപ്പോൾ ഇവിടെ പുലിമുട്ട് ഉണ്ടാക്കുന്നതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ടിപ്പറുകളിൽ കൊണ്ടുവന്ന്, ടോറസിലൊക്കെ കൊണ്ടുവന്ന് കല്ല് കടലിലേക്ക് ഇടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഇത് കണ്ട കണ്ടൽ കാടുകൾ. ഇത് മുഴുവൻ ഒരു തുരുത്താണ്. ഇതൊരു തുരുത്താണ്. ആ പുഴയുടെ നടുക്കുള്ള ഒരു തുരുത്താണ്. ആ തുരുത്തിലെ കണ്ടൽ കാടുകളാണ് എൻ്റെ മുമ്പിൽ കാണുന്നത്. കണ്ടൽക്കാടൊക്കെ ഇവിടെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട്. ഇത് കണ്ടോ, അതിൻ്റെ ആ നടുവിലൂടെയാണ്, അതിൻ്റെ ഒരു സൈഡിലൂടെയാണ് ആ റെയിൽവേ ലൈൻ പോകുന്നത്. നമ്മൾ വന്ന ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ, ആ റെയിൽവേ ബ്രിഡ്ജിൻ്റെ അടിയിലൂടെയാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ചെമ്പരിക്കായ്ക്ക് പോവുകയാണ്. ചെമ്പരിക്ക അതൊരു കല്ലുമ്മക്കായ് നിറഞ്ഞ ഒരു സ്ഥലമാണ്. മുഴുവൻ ഈ കല്ലുകളാണ്, പാറ. അപ്പോൾ പാറ നിറഞ്ഞ ഒരു സ്ഥലമാണ് ഈ ചെമ്പരിക്ക. അപ്പോൾ ചെമ്പരിക്കായിലെ അസ്തമയം വളരെ മനോഹരമാണെന്ന് കേട്ടു. അപ്പോൾ അതൊന്ന് കാണണം. പിന്നെ അവിടെ ബീച്ചിലൊന്ന് തങ്ങണം. പിന്നെ പറ്റുമെങ്കിൽ ഇന്ന് അവിടെ കിടക്കണം. അല്ലെങ്കിൽ വെളിയിലോട്ടിറങ്ങി ഏതെങ്കിലും പെട്രോൾ പമ്പിൽ വന്ന് കിടക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ ചെമ്പരിക്കായ്ക്ക് പോവുകയാണ്. ചെമ്പരിക്ക. അപ്പോൾ ഈ റോഡ്, ഈ കടപ്പുറം റോഡ് തന്നെ സ്ട്രെയിറ്റ് പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെമ്പരിക്ക റോഡിലോട്ട് കയറാമെന്നാണ് വിചാരിക്കുന്നത്.
ഇതിലെ ടോറസുകളുടെ ഓട്ടം ഉള്ളതുകൊണ്ടായിരിക്കും ആൾക്കാർ ചെറുവഴികളിലൂടെ സഞ്ചരിക്കുന്നത്. അതൊക്കെയാൽ കടലോരമായതുകൊണ്ട് നമുക്ക് സ്ട്രെയിറ്റ് റോഡിൽ കൂടെ തന്നെ പോകാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല കാറ്റുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല ഇതാണ്, സൗണ്ട് ഭയങ്കര ഇതാണ്. കടലിരച്ച് കയറുന്ന സൗണ്ട് കേൾക്കാം. ഇന്നലെ നമ്മളിത് കേട്ട് ഈ 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ കടപ്പുറത്ത് തന്നെയാണ് കിടന്നത്. ആ കടൽ കാഴ്ചകളൊക്കെ കണ്ടാണ് കിടന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇന്നെവിടെയെങ്കിലും കിടക്കാം എന്ന് വിചാരിച്ചാണ് പോകുന്നത്. നാളത്തെ അവസ്ഥ നാളെ അറിയാം. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. ഇത് നമ്മുടെ തീരദേശത്തൂടെയാണ് പോകുന്നത്. തൊട്ടപ്പുറത്ത് കടലാണ്. ഇവിടെയൊക്കെ കടൽക്ഷോഭം വന്ന കാലത്ത് വെച്ചു കൊടുത്ത വീടുകളിലൂടെ ആൾക്കാർക്ക് ഫ്ലാറ്റൊക്കെ പണിത് കൊടുത്തിരിക്കുന്നതാണ്. പക്ഷെ അതൊന്നും കൃത്യമായ രീതിയിൽ മെയിൻ്റെനൻസ് ചെയ്യാതെ എല്ലാം പകുതി വഴിയിലായി കിടക്കുകയാണ്. അവിടെ ഒരു ശ്മശാനമൊക്കെ കണ്ടു, പൊതു ശ്മശാനം. അതിനോട് ചേർന്നുള്ള ടോയ്ലറ്റുകളുടെ വാതിലൊക്കെ അടിച്ചു പിടിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മളെല്ലാ കടപ്പുറങ്ങളിലും കണ്ട പോലെ തന്നെ എല്ലാം നശിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ കീഴൂരാണിത്. നമ്മൾ ചെമ്പരിക്കായ്ക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു തീരദേശ റോഡാണ്, ഒരു സാധാരണ പഞ്ചായത്ത് റോഡ്. അതിലൂടെയാണ് പോകുന്നത്. യാത്ര ഇച്ചിരി പാടാണേലും ഇതുപോലുള്ള സ്ഥലങ്ങൾ കാണുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഈ റോഡിലൂടെ വന്നത്. തികച്ചും സാധാരണക്കാർ ജീവിക്കുന്നൊരു നാട്. ഇങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. തികച്ചും ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ആൾക്കാർ. ഉടുമ്പ് വന്ന് പോക്കാണ്. ഒരു വലിയ ഉടുമ്പ് നിങ്ങൾ കണ്ടു കാണും കേട്ടോ. ഒരു വലിയ ഉടുമ്പ് ക്രോസ് ചെയ്ത് പോയത്. ഈ കടപ്പുറം മേഖലയെല്ലാം നമുക്ക് ഉടുമ്പുകളെ ഇഷ്ടം പോലെ കാണാൻ പറ്റും. തള്ളേണ്ടി വരുമോ എന്നാണ് പേടി. കാരണം മണലാണ് മൊത്തം, റോഡില്ല. ചെമ്പരിക്കായ്ക്ക് എങ്ങനെ പോകുമെന്നാണ് ആലോചിക്കുന്നത്. തിരിച്ചിങ്ങോട്ടാക്കിയാലും ഇല്ല. പെട്രോൾ പമ്പിൽ പോയി കിടന്നാലും ശരി, ഇങ്ങോട്ട് തിരിച്ചില്ല. അയ്യടാ, ഒരു കോൺക്രീറ്റ് റോഡ് കിട്ടുമെന്നാണ് പറഞ്ഞത്. എവിടെയൊന്നും കോൺക്രീറ്റ് റോഡ് കാണുന്നില്ല. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കാം. അതാണോ കോൺക്രീറ്റ് റോഡ്? അപ്പുറത്തുകൂടി ഒരു കോൺക്രീറ്റ് റോഡ് വരുന്നുണ്ട്. ചിലപ്പോൾ ഇതായിരിക്കും ഡെഡ് എൻഡിലെ കോൺക്രീറ്റ് റോഡ്. യെസ്, ഇത് തന്നെ എന്ന് പ്രതീക്ഷിക്കുന്നു. ചെറിയ റോഡായിരിക്കും. ഇത് തന്നെ കോൺക്രീറ്റ് റോഡ്. ഇതാണോ കോൺക്രീറ്റ് റോഡ്? ഈശ്വര, ഇതിലേ പോയിട്ട് മെയിൻ ജംഗ്ഷനിലോട്ട് എല്ലാം നോക്കട്ടെ, പോയി നോക്കാം അല്ലേ? പോയി നോക്കാം. മെയിൻ റോഡിലോട്ട് കയറണം. ഇത് തന്നെ ആയിരിക്കണം ഞാൻ മുമ്പേ കയറി. അങ്ങോട്ട് കോൺക്രീറ്റ് റോഡ് മെയിൻ റോഡിലോട്ട്. ഇതായിരുന്നു കോൺക്രീറ്റ് റോഡ്. അങ്ങനെ നമ്മൾ മെയിൻ റോഡിലെത്തി. ഇനി വലത്തോട്ട് പോയാൽ മതിയാവും. അത് ഇനി റൈറ്റ് ബീച്ച് ചെമ്പരിക്ക. ചെമ്പരിക്ക ബീച്ചിലോട്ട് ഇങ്ങോട്ടാണോ പോകേണ്ടത്? ആ, എനിക്ക് വഴി തെറ്റിപ്പോയി. ഞാൻ നേരെ പോയി. ഞാൻ കോട്ടയം. ആ ഉണ്ട്. ആ ഉണ്ടോ? അത് ശരി. ഓയ് ഓയ്, ആണോ? ആ അത് ശരി. ആ, നായലും കണ്ടിരുന്നല്ലേ? ഇല്ല, കടിക്കൂല. അത് സൗണ്ട് ആക്കൂല. ഞാൻ പറഞ്ഞാലേ സൗണ്ട് ആക്കത്തുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ സൗണ്ട് ആക്കൂല. അങ്ങനൊന്നും സൗണ്ട് ആക്കൂല.
അവള് ഭയങ്കര ജാടക്കാരിയാണ്. അവള് സൗണ്ട് ആക്കണേ സമയമെടുക്കും. ഓടി വീടല്ലേ. കല്ലുമ്മക്കായും കല്ലുവെള്ളം, കല്ലിൽ പിടിക്കുന്ന കായ് കല്ലുമ്മക്കായ്, കമ്പയിൽ പിടിക്കുന്ന കായ് കമ്പനും കായ്. ഒക്കെ നമ്മൾ ചവിട്ടി 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 കല്ലുമ്മക്ക പിടിക്കുന്ന ചെമ്പരിക്ക ബീച്ചിലെത്തിയിട്ടുണ്ട്. ചെമ്പരിക്ക ബീച്ചിൻ്റെ ഏതൊരു മൂലയ്ക്ക് നമ്മുടെ കുഞ്ഞിയെ വെച്ചിട്ട് നമുക്ക് പണി തുടങ്ങും. ഓക്കെ, ഇതാണ് ചെമ്പരിക്ക ബീച്ച്. ചെമ്പരിക്ക ബീച്ചിലെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് പിള്ളേർ അവന്മാരുടെ പരീക്ഷയെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന വരവാ അല്ലേ. അവധിയല്ലേ നാളെ തൊട്ട്, കഴിഞ്ഞില്ലേ പരീക്ഷ? അങ്ങനെ നമ്മൾ കല്ലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെ എന്ത് ഓർഡർ വെച്ചിട്ടുണ്ട്, കല്ലിൻ്റെ മണ്ട കയറല്ലേ, കല്ലിൻ്റെ മണ്ട കയറല്ലേ. ഈ കല്ലിൻ്റെ മണ്ട കയറാനല്ലേ ആൾക്കാർ വരുന്നു. അപ്പോൾ അവരെ കല്ലിൻ്റെ മണ്ട കയറ്റിയിട്ട് അയ്യോ അമ്മ അരി കളഞ്ഞ് കാണുള്ളത്. വാ, പൊളി സംഭവം. അപ്പം നമ്മൾ കാസർഗോഡ് ജില്ലയുടെ ഉൾനാടിലെ ചെമ്പരിക്ക ബീച്ചിലാണുള്ളത്. അപ്പം നമുക്ക് ചെമ്പരിക്ക ബീച്ചിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ തണലുള്ളിടത്ത് കുഞ്ഞിനെ വെക്കാം. ആരോടെങ്കിലും ചോദിച്ചിട്ട് കയറ്റി വെക്കാം. നല്ല സീ സ്റ്റോണൊക്കെ ഉണ്ട്. തട്ടുകട, സ്പെഷ്യൽ തട്ടുകട. ഇവിടെ മത്സ്യഫെഡിൻ്റെ ഒരു ഇതുണ്ട്. ആൾ കുറവായതുകൊണ്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വെക്കാമെന്ന് വിചാരിക്കുന്നു. നല്ല കല്ലുള്ള ബീച്ചാണ്, കുപ്പിച്ചിലുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെ വെക്കാം കുഞ്ഞിനെ. കുഞ്ഞി അവിടെ ഇരിക്കും, ഞാനിവിടെ ഇരിക്കാം. കല്ലുമ്മക്കായ അവിടെ ഇരിക്കും. ഇതാണ് ചെമ്പരിക്ക ബീച്ച്. കല്ലുമ്മക്കായയുടെ ഒരു കേന്ദ്രമാണ്. അതുപോലെ തന്നെ കടൽത്തീരത്തോട് ചേർന്ന് നിറയെ പാറക്കെട്ടുകളുള്ളൊരു പ്രദേശമാണ്. വളരെ നീളത്തിലുള്ളൊരു പ്രദേശമാണ്. പക്ഷേ ഇടയ്ക്കൊക്കെ പാറക്കെട്ടുകളുള്ളതുകൊണ്ട് അത് കയറി ഇറങ്ങി പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഈ വഴി നേരെ അങ്ങറ്റം വരെ ചെമ്പരിക്ക ബീച്ച് തന്നെയാണ്. അതുപോലെ തന്നെ ഇതുണ്ട് എൻ്റെ പുറകിൽ ഒരു വലിയ പാറക്കെട്ടുണ്ട്. ഈ പാറക്കെട്ടിലൊക്കെ നമുക്ക് കയറി പോകാൻ പറ്റും. അതുപോലെ തന്നെ കാണാൻ പറ്റുന്നത് ഈ സൈഡും നമുക്ക് വിശാലമായ കടൽ തീരം കാണാമെന്നുള്ളതാണ്. ഏകദേശം ആ കാണുന്ന പ്രദേശത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഏകദേശം 3.5 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഇവിടെ കല്ലുമ്മക്കായുടെ ഒരു പ്രത്യേകതയുള്ള സ്ഥലമാണ്. ധാരാളം കല്ലുമ്മക്ക കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ഉപജീവനമാർഗം തന്നെ കല്ലുമ്മക്കായാണ്. കല്ലുമ്മക്ക ശേഖരിച്ച് വിൽക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ കൂടുതൽ കടകളിലും കല്ലുമ്മക്കായ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് കണ്ടോ, കടൽ അടിച്ച് കയറി വരുന്നുണ്ട്. ഇത് കണ്ടോ, പഴയ മരത്തടിയൊക്കെ കിടക്കുന്നുണ്ടോ. ഇതൊക്കെ നമുക്ക് വലിയ അക്വേറിയങ്ങളിൽ ഇടാൻ പറ്റുന്ന മരത്തടിയാണ്. ഉണ്ടോ, ഇതൊക്കെ വലിച്ചു കയറ്റി കൊണ്ടുപോയാൽ വലിയ വലിയ അക്വേറിയങ്ങളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന മരത്തടികളാണ്. അങ്ങനെ വളരെ വിശാലമായ ഒരു കടൽ തീരമാണ് ഇവിടെ ഉള്ളത്. പക്ഷേ കുത്തനെയുള്ള കടൽ തീരമാണ് കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ തോറും കുത്തനെയുള്ള കടൽ തീരവും, കടൽ തീരത്തിന് നമുക്ക് പെട്ടെന്ന് ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്ത ഒരു കടൽ തീരമാണ്. നമ്മുടെയൊക്കെ അവിടെ കാണുന്ന കടൽ തീരം എന്ന് പറഞ്ഞാൽ പരന്ന് കിടക്കുന്ന കടൽ തീരമാണ്. കുഴിവ് കുറവാണ്. ഇവിടെ കുഴിവ് കൂടുതലാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ കൽക്കെട്ടുകൾ കണ്ടോ, കൽക്കെട്ടുകളിൽ മുഴുവൻ കല്ലുമ്മക്കായ പിടിച്ച് കിടക്കുകയാണ്. നിറച്ച് കല്ലുമ്മക്കായാണ്. കല്ലുമ്മക്കായുടെ വലിയ ശേഖരമാണ്. അതുകൊണ്ട് ആ കല്ലിലൊക്കെ കാണാം, നിറയെ കല്ലുമ്മക്കായാണ് പിടിച്ചു കിടക്കുന്നത്. ഈ കാഴ്ച കാണാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കല്ലുകൾക്കിടയിലെ കല്ലുമ്മക്ക, അതുതന്നെയാണ് ഇവിടുത്തെ കാഴ്ച. അതുപോലെ തന്നെ നമുക്ക് മുകളിലേക്ക് പോയാൽ കാണാൻ പറ്റും. ഈ കടലിൻ്റെ ഒരു പൂർണ്ണ രൂപം ഒറ്റയടിക്ക് കാണാൻ പറ്റും.
നമുക്ക് കോവളത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഇതുപോലെ ഒരു കൽക്കെട്ട് നമുക്ക് കാണാൻ പറ്റും. അത് സെയിം ഡിസൈനിലുള്ള ഒരു കൽക്കെട്ടാണ്. പക്ഷേ ഇതിൻ്റെ മുകളിൽ കയറാൻ അനുവദിക്കുന്നുണ്ട്. കോവളത്ത് കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് കയറാനുള്ള അനുവാദമുള്ളൂ. ഇതിപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ആൾക്കാരുള്ളത് കൊണ്ടാവാം. ഇതുകൊണ്ട് ഇതിൻ്റെ മുകളിലേക്കൊക്കെ ആൾക്കാർ എപ്പോഴും വരുന്നതാണ്. അതുകൊണ്ട് അവിടെയൊക്കെ പിള്ളേരൊക്കെ പോയിരിക്കുന്നുണ്ട്. നല്ല മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റിയ സ്ഥലമാണ്. ഇതുണ്ടോ, വളരെ വിശാലമായ കടൽ തീരം, വളരെ മനോഹരമായ കടൽ തീരമാണ് കാണുന്നത്. കുഞ്ഞി ആ സൈഡിലാണ് ആയിരിക്കുന്നത്. കുഞ്ഞി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ, നോക്കുന്നുണ്ടല്ലോ. ഇതാണ് ചെമ്പരിക്ക ബീച്ചിൻ്റെ ഒരു പൂർണ്ണ രൂപത്തെ. അങ്ങ് അകലെ വരെ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ മുനമ്പ് ഇങ്ങനെ തള്ളി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഈ കടലിൻ്റെ രണ്ട് സൈഡും കിലോമീറ്ററുകളോളം നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വരുന്നത് അങ്ങ് ലാസ്റ്റ് കാണുന്ന ഒരു ലൈൻ പോലെ കാണുന്ന ഭാഗമില്ലേ, അവിടെ നിന്നാണ് നമ്മൾ വരുന്നത്. അവിടെയാണ് പുലിമുട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിങ്ങോട്ട് വന്നത്. കടൽ വളരെ ഡീപ്പായിട്ടുള്ളൊരു കടലാണ് കേട്ടോ. കരയടിച്ച് കയറുന്നത് കാണുമ്പോൾ നമുക്കറിയാം, പെട്ടെന്ന് ആളെ വലിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കടലാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഉള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ആൾക്കാർക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. വളരെ സേഫ്റ്റി ആവശ്യമുള്ളൊരു സ്ഥലമാണ് ഈ ഏരിയ. നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും നല്ല കാഴ്ചകളിലേക്കാണ് ഞാൻ വന്നത്, ചെമ്പരിക്ക ബീച്ചിലേക്ക്. അപ്പോഴത്തേക്ക് ഞാൻ താഴോട്ട് ഇറങ്ങുകയാണ്. താഴെ ചെന്ന് ആ കല്ലിൻ്റെ മുകളിൽ കയറാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാൻ പോവുകയാണ്. കല്ലുകൾ നിറഞ്ഞ ആ ഏരിയ ഒരു മുനമ്പ് പോലെ കടലിലേക്ക് തള്ളി നിൽക്കുന്നതിനാൽ നമുക്ക് നല്ല രീതിയിൽ കടലിൻ്റെ ഇരുവശവും ഈ മുനമ്പിൻ്റെ ഇരുവശവും നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. വിശാലമായ ഏരിയയാണ്. അതുകൊണ്ട് നമുക്ക് സേഫായിട്ട് ഇറങ്ങിപ്പോകാം. പക്ഷേ ഇപ്പോൾ കടൽത്തിരകൾ കുറവുള്ള സമയമായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നമ്മൾ താഴോട്ടിറങ്ങി ഇതുണ്ടോ, ഇവിടെയൊക്കെ തിരയടിച്ച് കയറുന്നതാണ്. അപ്പോൾ ഇത് കടലിൻ്റെ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതുകൊണ്ട് ഇവിടെയൊക്കെ തിരയടിച്ച് കയറി വെള്ളം കയറി വരുന്ന ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് പോയി കടലിൻ്റെ വിശാലതയിലേക്ക് നമുക്ക് കാഴ്ചകൾ കാണാം. അടിപൊളി ഒരു ഗ്യാപ്പാണ് ഇവിടെ കേട്ടോ. അതായത് ഇത് കണ്ടോ, ഒരു വാതിൽ പോലെ തുറക്കുന്നൊരു സ്ഥലം. ഇതിങ്ങ് കയറി വന്നാലേ കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ സൈഡ് വഴി കയറി വരണം. വളരെ മനോഹരം. ഇത് നടുക്ക് കല്ലുകൾ, നാല് ചുറ്റും ഒരു കോട്ട പോലെ കല്ലുകൾ നിൽക്കുകയാണ്. വരുന്നവർക്കൊക്കെ വൈബടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ചെമ്പരിക്ക ബീച്ച്. കേട്ടോ, പാറയുടെ മേളിലൊക്കെ ഈ വീഡിയോ ഷൂട്ടിനും ഫോട്ടോഷൂട്ടിനും ഒക്കെ പറ്റുന്ന സ്ഥലമാണ്. അതായത് നോക്കി അങ്ങ് അകലെ കടൽ, ഈ കടൽ ഇങ്ങോട്ട് കയറുകയാണ്. ആഹാ, നല്ല തിരയുള്ളപ്പോഴാണ് ഇങ്ങോട്ട് കടൽ അടിച്ച് കയറി വരും. ഇപ്പോൾ തിര കുറവാണ്. ആ സൈഡിലൊക്കെ പാറക്കെട്ടുകൾ ഉള്ളതുകൊണ്ടാണ് തിര കാണി നിൽക്കുന്നത്. ഇത് തന്നെയാണ് ഈ കല്ലുമക്ക വളരാനുള്ള കാരണം. നമ്മൾ പ്രതീക്ഷിച്ചതാണ് കയറി വന്നു കഴിഞ്ഞു. പ്രതീക്ഷിച്ചതാണ്. ഇതൊക്കെയാണ് കാഴ്ചകൾ. നമ്മുടെ യാത്രയിലെ പ്രധാന കാഴ്ചകളൊക്കെ ഇത് തന്നെയാണ്. ഇപ്പോൾ ഏതൊക്കെയായാലും ആ ഒരു തിരയടിച്ച് കയറിയത് നമുക്ക് കാണാൻ പറ്റി. കുറേ സമയം വെയിറ്റ് ചെയ്താലേ ഉള്ളൂ അങ്ങനെ ഒരു തിര കയറി വരത്തുള്ളൂ. കാരണം എല്ലാ തിരകൾക്കും അത്രയ്ക്ക് ഇത് പ്രഷർ കാണിയല്ല. കാത്തിരിക്കാം. ആഹാ, കാത്തിരിക്കാന്ന് പറഞ്ഞപ്പോഴേ നമുക്കിത് ഇവിടം വരെ വെള്ളം കയറിയ ഒരു തിര കിട്ടി. ഇത് ഇവിടെ നോക്കാം. ഞാൻ ചോദിച്ചപ്പോൾ കടലമ്മ എനിക്ക് തിരകൾ കൊണ്ടുവന്ന് തരുവാണോ? ഒരു വലിയ തിര വരുന്നുണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ അതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കട്ടെ. അടിപൊളി പൊളിക്ക്. ആഹാ,
കടലമ്മയോട് ചോദിച്ചപ്പോൾ കടലമ്മ തിര കൊണ്ടുവന്ന് തരുവാണ്. സൂര്യൻ പാതി വഴിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഈ കാഴ്ചകൾ കാണാൻ വേണ്ടിയിരിക്കുന്നത്. കുറച്ചുകൂടി അസ്തമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം. അതുപോലെ തന്നെ ആ കല്ല് മൂടി തിര വരുന്നതാണ്. വലിയ തിരകൾ വരുമ്പോൾ ആ കല്ലിനെ മൂടിയെടുക്കുന്നതാണ്. ആ കാഴ്ചകൾക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം.